കേരളത്തിൽ 400ഓളം കുട്ടികളാണ് ഓരോ വർഷവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജുവനൈൽ ക്രൈമുകളിൽ ഏർപ്പെടുന്നത്. അതിൽ 90%-ലധികവും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അഥവാ അവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കേസുകൾ പലതും വ്യാജമല്ല എന്നുള്ളതാണ്. ഒറിജിനൽ കേസുകൾ മാത്രമേ പോലീസ് ശ്രദ്ധാപൂർവ്വം കേസ് എടുക്കുന്നുള്ളൂ. ഒരു കുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് മറ്റൊരു തരത്തിൽ നമ്മളുടെ ഒരു സമൂഹം ഒരു ആൾക്കൂട്ട വിധി പുറപ്പെടുവിക്കുന്നതും ആൾക്കൂട്ട ആക്രോശങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. ഷഹബാസിൻ്റെ കൊലപാതകം തീർച്ചയായും അപലപിക്കപ്പെടേണ്ടതും ആ കുട്ടികൾക്ക് ശിക്ഷയും തിരുത്തലും കഴിഞ്ഞ കുട്ടികളെ നല്ലവരാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ശിക്ഷയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കറക്ഷനാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആശയം. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനോട് കൂടിയല്ലാതെ നമുക്കൊരു കുട്ടിയെ ആ ഒരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ കഴിയുന്നതല്ല. അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള നിയമ നടപടിക്രമവും ആ കുട്ടിക്ക് ബാധകമല്ല. ആ കുട്ടിയെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി കുറ്റവാളിയെന്നോ കുട്ടി കൊലപാതകിയെന്നോ പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടി കുറ്റം ചെയ്യുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ നിന്നല്ല, ആ കുട്ടിയുടെ സാമൂഹിക സാഹചര്യം. നഞ്ചക്ക് വീട്ടിൽ എടുത്തു വെച്ചിരുന്ന അച്ഛനാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളി. ആ അച്ഛൻ ഇതിനു മുൻപൊരു കേസ് ഉണ്ടായപ്പോൾ ആ മകനെ ഒത്തുതീർപ്പ് നടത്തി അതിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഊരിക്കൊണ്ടു പോരാൻ ശ്രമിച്ച അച്ഛനാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി, ആ കുട്ടിയല്ല. ആ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ.